الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. كل نفس ذائقة الموت ثم إلينا ترجعون. والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين الذين صبروا وعلى ربهم يتوكلون. സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ ഒന്ന് രണ്ട് സഹോദരങ്ങൾ പ്രത്യേകമായി അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 57 മുതൽ 59 വരെയുള്ള 3 വചനങ്ങളാണ് ഓതി വെച്ചത്. ഈ ലോക ജീവിതത്തിന്റെ നശ്വരതയാണ് ഈ ആയത്ത് നമ്മെ പ്രത്യേകമായി ബോധ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഒരായത്തിലെ ഭാഗമാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നത്. എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ് അതിന് നേരെ ആശയം. ലോകത്ത് തർക്കമില്ലാത്ത വിഷയവുമാണ് ജനിച്ചവരെല്ലാം മരിക്കുമെന്നുള്ളത്.
നമ്മളൊക്കെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. വയസ്സെങ്ങനെ കൂടിക്കൂടി വരുന്നു. അതിനിടയിൽ പലപ്പോഴും പലരും നമ്മിൽ നിന്ന് മരണപ്പെട്ട് യാത്ര പോകുന്നു. പുതിയ ആളുകൾ ജനിക്കുന്നു, പല ആളുകളും മരണപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പ്രയോഗം തന്നെ ഇന്നല്ലാഹ മുസ്തഖ്ലിഫകും ഫീഹാ എന്നാണ്. അല്ലാഹു നിങ്ങളെ ഈ ഭൂമിയിൽ ഒന്നിനു പിറകെ ഒന്നായി കടന്നു വീഴുന്ന പ്രതിനിധികളായി നിശ്ചയിച്ചിരിക്കുന്നു എന്നർത്ഥം. ഓരോ തലമുറകൾ മാറിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ ആളുകൾ രംഗത്ത് വരുന്നു, പഴയ ആളുകൾ അങ്ങനെ വഴിമാറി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ കണ്ടു പരിചയപ്പെട്ട ഒന്നോ രണ്ടോ തലമുറകൾ ഏതാണ്ടൊക്കെ മരിച്ചു തീർന്നു കഴിഞ്ഞു. പുതിയ തലമുറകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന തലമുറകളായ അല്ലാഹു തആല നിങ്ങളെ ഈ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നു എന്നാണ്. നാം സ്വന്തമാക്കി വെച്ച നമ്മുടെ ഭൂമി നമുക്ക് മുമ്പ് എത്രയോ തലമുറകൾ കൈമാറി ഉപയോഗിച്ചു പോന്നതാണ്. ഇപ്പൊ തൽക്കാലം കുറച്ച് വർഷത്തേക്ക് നമ്മുടെ പേരിലാണ്, നമ്മുടെ കൈകളിലാണ് എന്നു മാത്രം. ഇനിയും ഏതാനും സമയം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ആ ഭൂമി, അതിന്റെ ഉടമാവകാശം മാറും. ഒന്നുകിൽ നമ്മുടെ മരണത്തോടെ നമ്മുടെ മറ്റവകാശികളിലേക്ക് അത് അവകാശം മാറിപ്പോകുന്നു, അതല്ലെങ്കിൽ അത് വിൽക്കുമ്പോൾ മറ്റൊരാൾ അത് ഏറ്റെടുക്കുന്നു, പിന്നെ അയാളുടേതായി മാറുന്നു. അതാണ് ഹദീസിന്റെ ആശയം. അലാ ഇന്ന ദുനിയ ഹിൽവത്തുൻ ഖദിറ വഇന്ന അല്ലാഹ മുസ്തഖ്ലിഫകും ഫീഹാ ഫയൻദുറു കൈഫ തഅമലൂൻ. അലാ അറിയുക, തീർച്ചയായും ഈ ഭൂമി പച്ചപിടിച്ചതാണ്, മാധുര്യമുള്ളതാണ്. നിങ്ങൾ അല്ലാഹു തആല ഒന്നിനു പിറകെ ഒന്നായി വരുന്ന തലമുറകളായി ആ നാട്ടിൽ, ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു എന്നവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് അമൽ ചെയ്യുന്നത് എന്ന്. ഇതൊരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ, മരിച്ചു പോകുമെന്ന് സത്യമാണ്. ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ എത്തി. കഴിഞ്ഞ റമദാൻ അത് എന്നാണ് കഴിഞ്ഞത് എന്ന് നമ്മളൊക്കെ ഇപ്പൊ സംസാരങ്ങളിൽ കടന്നു വരാറുണ്ട്. ഇത്ര പെട്ടെന്നാണ് വീണ്ടും റമദാനിലേക്ക് നമ്മൾ എത്തുന്നത് എന്ന്, ആ കാലത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കുന്നു. നമ്മുടെ വയസ്സാണ്, ആയുസ്സാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കവിയുടെ പ്രയോഗങ്ങളിൽ കാണാം, ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പുകൾ തന്നെയും അവനോട് വിളിച്ചു പറയുന്നുണ്ട്, ഇന്നൽ ഹയാത ദഖായിഖും വസവാനി, ജീവിതം എന്നത് മിനിറ്റുകളും സെക്കൻഡുകളുമാണ് എന്ന് മനുഷ്യന്റെ ഹൃദയമിടിപ്പ് മനുഷ്യനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നാണ് ആ കവി പറയുന്നത്. ഓരോ ദിവസവും അങ്ങനെ ജീവിതത്തിൽ കഴിഞ്ഞു പോവുകയാണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നാണ് കഴിഞ്ഞു പോകുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലാ ഇന്ന ദുനിയ മുദ്ബിറ വഇന്നൽ ആഖിറ മുഖ്ബില വലികുല്ലി മിൻഹുമാ ബനൂന. ദുനിയാവ് പിന്തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ആഖിറമിത നമ്മിലേക്ക് ഇങ്ങനെ മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുമ്പോഴും നമ്മുടെ ദുനിയാവിൽ അങ്ങനെ നമ്മിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. നിശ്ചയിച്ചത് 50 കൊല്ലമോ 60 കൊല്ലമോ 70 കൊല്ലമോ ആണ് എങ്കിൽ അതിൽ നിന്നാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഒരു സെക്കൻഡ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് അത്രയും പോയി എന്നാണ്. ദുനിയാവിനോട് നമ്മൾ അങ്ങനെ അകന്നുകൊണ്ടേയിരിക്കുകയാണ്, ആഖിറത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ദുനിയാവിലുമുണ്ട് കുറെ സന്തതികൾ, ആഖിറത്തിലുമുണ്ട് കുറെ സന്തതികൾ. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നു, നിങ്ങൾ ദുനിയാവിന്റെ സന്തതികൾ ആവരുത്, വകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ സന്താനങ്ങളാവുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഈ ജീവിതം അവസാനിക്കുമെന്നും ശേഷമൊരു ജീവിതമുണ്ട് എന്നും
അതാണ് ശരിയായ ജീവിതമെന്നും അവിടെ രക്ഷപ്പെടലാണ് യഥാർത്ഥ വിജയമെന്നും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഒരുങ്ങുക എന്നതാണ് ബുദ്ധിമാൻ. അൽ കയ്യിസ് മൻ ദാന നഫ്സ വഅമില ലിമാ ബഅദൽ മൗത്ത് എന്ന് ഹദീസിൽ കാണാം. ശരിയായ ബുദ്ധിമാൻ സ്വന്തത്തെ കീഴ്പ്പെടുത്തിയവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ളതിന് വേണ്ടി അമൽ ചെയ്തവനുമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. എന്റെ ആയുസ്സിത കടന്നു പോയിക്കൊണ്ടിരിക്കും. ഇത്രയും കാലങ്ങളായി ദുനിയാവിൽ ജീവിച്ചു. ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് മാസങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചു പോയി. ഇന്ന് ചില ആപ്പുകൾ കാണാം, പ്ലേ സ്റ്റോറിലൊക്കെ കയറിയാൽ കിട്ടും. നമ്മുടെ ആയുസ്സിലെ ദിവസങ്ങളും മണിക്കൂറുകളും വരെ കണക്ക് കൂട്ടി തരുന്ന ആപ്പുകൾ. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങ് അടിച്ചെടുത്താൽ എത്ര കൊല്ലം, എത്ര മാസം, എത്ര ദിവസം, എത്ര ആഴ്ച, എത്ര മണിക്കൂർ, എത്ര സെക്കൻഡ് നാം ഇവിടെ ജനിച്ചിട്ട് ഇതുവരെ ജീവിച്ചുവെന്ന് കൃത്യമായി കണക്കൂട്ടി തരുന്ന ചില ആപ്പുകൾ നമുക്കിത് ലഭ്യമാണ്. ചിന്തിക്കാൻ നല്ലതാണ് അത്തരം ചില സംവിധാനങ്ങളൊക്കെ. എത്ര മണിക്കൂറുകളായി ഞാൻ ദുനിയാവിൽ ജീവിക്കുന്നുവെന്ന ഒരു ബോധമുണ്ടാവും. എത്ര ദിവസമായി, എത്ര ആഴ്ചകളും എത്ര മാസങ്ങളും ഞാൻ ദുനിയാവിൽ ജീവിച്ചുവെന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകാൻ സഹോദരങ്ങളെ നല്ലതാണ് അത്തരം ചില കാൽക്കുലേഷൻ ഒക്കെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പിൽ വെച്ചാണ് പ്രഖ്യാപിച്ചത്, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണയ്ക്ക് വിധേയമാകും മുമ്പ്. അല്ലാഹു തആല നിങ്ങളെ വിചാരണ ചെയ്യും. അതിനു മുമ്പ് നിങ്ങളൊന്ന് സ്വയം കണക്ക് കൂട്ടി നോക്കുക. എന്നാണ് നമ്മൾ നമ്മളെ പറ്റി ഒരു കണക്ക് കൂട്ടി നോക്കി എത്ര കാലം ജീവിച്ചു. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചുവല്ലോ, അല്ലാഹു തആല ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നാളെ പരലോകത്ത്. അതിൽ ആയുസ്സിനെ പറ്റി ചോദ്യമുണ്ടെന്നും യുവത്വത്തെ പറ്റി പ്രത്യേക ചോദ്യമുണ്ട് എന്നും കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിൽ എന്റെ ആയുസ് എന്റെ റബ്ബ് ചോദിക്കുമ്പോൾ എന്തായിരിക്കും എനിക്ക് പറയാൻ കഴിയുക? ഇത്ര വർഷമായി ഈ ദുനിയാവിൽ വന്നിട്ട്, പ്രായപൂർത്തിയായിട്ട് ഇത്ര കൊല്ലങ്ങളായി, ഇത്രയും കാലം ഞാൻ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും എന്റെ റബ്ബ് ചോദിക്കും. ആ ചോദ്യമിത അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ആയുസ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബിലേക്ക്, പരലോകത്തേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും എന്റെ ആയുസ് അവസാനിച്ച് യാത്ര പോകേണ്ടി വന്നേക്കാം. അവിടെ ചെല്ലുമ്പോൾ എന്റെ റബ്ബനോട് ചോദിക്കും, ഞാൻ ചെയ്തു വെച്ച മുഴുവൻ കാര്യങ്ങളെയും, ജീവിച്ചു തീർത്ത മുഴുവൻ സമയങ്ങളെയും പറ്റി എന്നോട് ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് എനിക്ക് എന്താണ് പറയാൻ കഴിയുക, എന്തുത്തരമാണ് ഞാൻ നൽകുക എന്ന ഒരു ആത്മപരിശോധന. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക എന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു പ്രഖ്യാപനം അത് ജീവിതത്തിൽ അനിവാര്യമാണ്. അതാണ് ഈ ആയത്തും പറഞ്ഞ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. സുമ്മ ഇലൈനാ തുർജഊൻ, പിന്നീട് നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇത് കഴിഞ്ഞാൽ അല്ലാഹുവിലേക്കാണ് തിരിച്ചു പോക്ക്. ഈ ദുനിയാവ് അവസാനിക്കുന്നതോടുകൂടി റബ്ബിലേക്കുള്ള യാത്രയാണ്. മലക്കുകൾ വന്ന് നമ്മുടെ ആത്മാവിനെ സ്വീകരിച്ച് കൊണ്ടുപോവുകയാണ് പടച്ച റബ്ബിലേക്ക്. ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങുക എന്ന വാർത്തയുമായിട്ടാണ് റൂഹിനെ പിടിക്കാൻ വിശ്വാസികളുടെ മുമ്പാകെ മലക്കുകൾ വന്നെത്തുക. ആ റബ്ബിലേക്ക് മടങ്ങി ചെല്ലും. സുമ്മ ഇലൈനാ തുർജഊൻ, പിന്നെ നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. അവിടെ മറ്റാരുമില്ല. നമ്മൾ നമ്മുടെ അമലും മാത്രമായി റഹ്മാനായ റബ്ബിന്റെ മുമ്പിലേക്കുള്ള ഒരു യാത്ര. ഇമാം മാലിക് റഹിമഹുല്ലാ മദീനയിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്. ലക്ഷക്കണക്കിന് ഹദീസുകളെ കാണാതെ പഠിച്ച, മുഴുവൻ ഹദീസും ക്രോഡീകരിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഒരു കിതാബ് എഴുതിയ മനുഷ്യനാണ് ഇമാം മാലിക് റഹിമഹുല്ലാ. ഇമാമു ദാരിൽ ഹിജ്റ എന്നാണ് സ്ഥാനപ്പേർ. ഹിജ്റ ഭവനത്തിലെ ഇമാം അഥവാ മദീനയിലെ ഇമാം എന്ന സ്ഥാനപ്പേരിൽ കഴിഞ്ഞ 1200 വർഷമായി മുസ്ലിം ലോകം അങ്ങനെ അംഗീകരിച്ചു പോകുന്ന മഹാനായ പണ്ഡിതനാണ് ഇമാം മാലിക് റഹിമഹുല്ലാ. മദീന പള്ളിയിൽ നബി തങ്ങളുടെ മിമ്പറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ദീന് പഠിപ്പിക്കാറുണ്ടായത്. ഇദ്ദേഹത്തിന്റെ സ്റ്റേജ്, ഇദ്ദേഹത്തിന്റെ ഒരു കസേര അവിടെയായിരുന്നുവെന്നാണ്. നബി തങ്ങളുടെ മെമ്പറിന്റെ മുൻഭാഗത്തായിക്കൊണ്ട് അദ്ദേഹം കസേരയിട്ട് ഇരുന്ന് ആ റൗളയുടെ ഭാഗത്ത് ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ദീന് പഠിപ്പിക്കാറുള്ളത്.
ഓരോ ഹദീസ് പറയുമ്പോഴും നബി തങ്ങളുടെ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, ഈ ഹദീസ് എന്നോട് ഇന്നാള് പറഞ്ഞു. ഈ ഹദീസ് എന്നോട് പറഞ്ഞത് ഇമാം നാഫി ആണ്. ആ നാഫിഇന് ഈ ഹദീസ് കിട്ടിയത് ഇബ്നു ഉമറിൽ നിന്നാണ്. ഇബ്നു ഉമറിന് ഈ ഹദീസ് കിട്ടിയത് അൻ സാഹിബി ഹാദൽ ഖബർ, ഈ ഖബർ കിടക്കുന്ന ആളിൽ നിന്നാണ് ഇബ്നു ഉമർ കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഹദീസ് പറയുമ്പോഴും നബിയങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാ ആ ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹദീസ് ഉദ്ധരിച്ചിരുന്ന ആളാണ് ഇമാം മാലിക് റഹിമഹുല്ലാ. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ ശക്തമായി കരഞ്ഞുവെന്ന് ചരിത്രങ്ങളിൽ കാണാം. അതിശക്തമായ കരച്ചിലാണ്. ശിഷ്യന്മാരും കുടുംബാംഗങ്ങളുമെല്ലാം കൂടെയുണ്ട്. മഹാനായ പണ്ഡിതൻ, ധാരാളം ശിഷ്യന്മാർക്കുള്ള വലിയ പ്രഗത്ഭനാണ് ഇമാം മാലിക് റഹിമഹുല്ലാ. ഇമാം ഷാഫിഈ പോലും ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. അത്ര വലിയ പണ്ഡിതനാണ് ഇമാം മാലിക്. ആ ഇമാം മാലിക് റഹിമഹുല്ലാ മരിക്കാൻ കിടക്കുമ്പോൾ അതിശക്തമായി കരയുമ്പോൾ കൂടെയുള്ള ആളുകൾ സമാധാനിപ്പിക്കുന്നു. എന്തേ നിങ്ങൾ കരയാൻ? നിങ്ങൾക്ക് എത്ര ഭാഗ്യം ചെയ്തവരാണ്, നിങ്ങൾക്ക് എത്ര ഖൈറുകൾ ചെയ്തവരാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിതം ചെലവഴിച്ചവരല്ലേ, നിങ്ങളൊക്കെ എന്താണ് വിഷമിക്കാറുള്ളത് എന്ന് പറഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കാണാം, അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഞാൻ നൽകിയ ഒരുപാട് ഫത്വകൾ, ഞാൻ കൈകാര്യം ചെയ്ത ഒരുപാട് ഏരിയകൾ, അതൊക്കെ പിന്നീട് അബദ്ധമായിരുന്നുവെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഇപ്പോഴാ എന്റെ ആയുസ് അവസാനിക്കുകയാണ്, പടച്ച റബ്ബിലേക്ക് ഞാൻ പോവുകയാണ്, അല്ലാഹുമായി കണ്ടുമുട്ടാൻ ചെല്ലുകയാണ്. റബ്ബിനെ കാണുമ്പോൾ റബ്ബിനോട് ചോദിക്കുമല്ലോ, എന്തിനാണ് മാലിക് എന്റെ ദീനിൽ അത്ര ബോധ്യമില്ലാതെ ഉറപ്പില്ലാതെ നീ എന്തിനു പറഞ്ഞുവെന്ന് റബ്ബിനോട് ചോദിച്ചാൽ എന്തായിരിക്കും എനിക്ക് പറയാൻ കഴിയുക? എനിക്കെങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുമെന്ന ആ പേടിയാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം നൽകുന്ന മറുപടി. കൂടെയുള്ള ആളുകൾ ചോദിച്ചു, താങ്കൾ പറഞ്ഞ എന്തെങ്കിലും വിഷയത്തിൽ അബദ്ധം പറ്റിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ തിരുത്തി എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിച്ചാൽ പോരെ. ഇമാം മാലിക്കിന്റെ പ്രതികരണം, ഇനി ഞാൻ തിരുത്തിയിട്ട് എന്തു കാര്യമാണ്, അതൊക്കെ പല ശിഷ്യന്മാരും പഠിച്ചു പോയി, അവിടെ ഗ്രന്ഥങ്ങളിൽ പലയിടത്തും രേഖപ്പെട്ടു പോയി, പലരും അത് എന്റെ അഭിപ്രായമായി ലോകത്തേക്ക് മുഴുവനും അത് കൈമാറി പോയി കഴിഞ്ഞു. ഇനി ഞാനിവിടെ തിരുത്തിയത് കൊണ്ട് മാത്രം അത് തിരുത്തപ്പെടുകയില്ല. ഖിയാമത്ത് വരെ അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ആ അബദ്ധം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുമല്ലോ, അതെല്ലാം കാരണക്കാരൻ ഞാനാണല്ലോ. ആ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ റബ്ബിനോട് ചോദിക്കും, എന്താ എനിക്ക് പറയാൻ കഴിയുക എന്ന ആശങ്കയാണെന്ന് പറഞ്ഞ് കരയുകയും ആ കരച്ചിലൂടെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് വഫാത്താവുകയും ചെയ്തുവെന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങൾ, റബ്ബിലേക്കുള്ള യാത്ര സത്യമാണ്. നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, നമ്മുടെ ജോലികളും നമ്മുടെ ഓഫീസും കച്ചവടങ്ങളും നമ്മുടെ വ്യത്യസ്തങ്ങളായ തിരക്കുകളുമായി നമ്മൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ, എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, പിന്നീട് നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക എന്ന റഹ്മാനായ റബ്ബിന്റെ ഈ ഒരു പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യം ആവർത്തിച്ചു വന്ന പ്രയോഗമാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന പ്രയോഗം. നാം എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് 3 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയെങ്കിൽ ആ ഒരു തിരിച്ചറിവ് സഹോദരങ്ങളെ അനിവാര്യമായും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. എന്ത് ചെയ്യുമ്പോഴും മരണമുണ്ട് എന്ന ആ ഒരു യാഥാർത്ഥ്യം അത് നാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. ഏത് കാര്യം ചെയ്യുമ്പോഴും എന്താലോചിക്കുമ്പോഴും എന്തായിരിക്കും എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ ചെയ്തിയെപ്പറ്റി ചോദ്യമുണ്ടായാൽ പറയാൻ കഴിയുക. അബ്ബനോട് ചോദിക്കും, അതിന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്ന ഒരു ഓർമ്മയും ആലോചനയും അനിവാര്യം തന്നെയാണ്. ശേഷം അല്ലാഹു പറഞ്ഞു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഖുറഫ. ഈമാനും അമലുസ് സ്വാലിഹാത്തും ഉള്ളവർ, ശരിയായ വിശ്വാസം സ്വീകരിച്ചവർ, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തവർ, അവർക്ക് നാം സ്വർഗ്ഗത്തിൽ ചില ഖുർഫ്, ചില റൂമുകൾ, മണിമാളികൾ നാം അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന, ഖാലിദീന ഫീഹാ, അവർ നിത്യവാസികളായിരിക്കും. നിഅമ അജ്റുൽ ആമിലീൻ, അമൽ ചെയ്ത ആളുകൾക്ക് എത്ര നല്ല പ്രതിഫലമാണ് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ക്ഷമ അവലംബിച്ചവരും റബ്ബിൽ തവക്കുലാക്കുകയും ചെയ്തവരാരോ
അവർക്കാണ് ആ സ്വർഗത്തിന് അവകാശമുണ്ടാവുക എന്ന് അല്ലാഹു തആല ശേഷം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ആയുസ് കഴിഞ്ഞു പോകുന്നു, ഖബറിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു, ഓരോ മാസങ്ങൾ കഴിയുന്നു, റമദാൻ വരുന്നു, ശഅബാൻ വരുന്നു, പെരുന്നാൾ വരുന്നു, ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ആയുസ്സിൽ തന്നെ ഓരോന്നും പോയി അവസാനം നമ്മുടെ ആയുസ് അവസാനിച്ച് ഒരു യാത്രയുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് അവിടെ വിജയിക്കാനായി നാം പരിശ്രമിക്കുക, വിശ്വാസം ശരിയാക്കുക, തൗഹീദ് ഉൾക്കൊള്ളുക, അമൽ സ്വാലിഹായ അമലുകൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശഅബാൻ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അമലുകൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിച്ച മാസമാണ് എന്ന് വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നോമ്പെടുത്ത മാസം ശഅബാനാണ് എന്നാണ്. ശഅബാൻ ഏതാണ്ട് ഭൂരിപക്ഷവും നബി തങ്ങൾ നോമ്പെടുക്കാറുണ്ട്. ആയിഷ ബിയുടെ പ്രയോഗത്തിൽ ശഅബാൻ പൂർണ്ണമായും നോൽക്കുമായിരുന്നു എന്ന് വരെ കാണാം. അഥവാ പൂർണ്ണമായും നോറ്റു എന്നല്ല, ഏതാണ്ട് അതിന്റെ മഹാഭൂരിപക്ഷ ദിവസങ്ങളും പ്രവാചകർക്ക് നോമ്പായിരുന്നു എന്ന അർത്ഥത്തിൽ അത് മുഴുവനും നോമ്പെടുത്തിരുന്നു എന്ന പ്രയോഗം പോലും അവർ പ്രയോഗിക്കുമാറ് നബി തങ്ങൾ സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിച്ച മാസമാണ് ശഅബാൻ എന്നർത്ഥം. എന്നാൽ റമദാൻ അല്ലാത്തൊരു മാസവും നബി തങ്ങൾ പൂർണ്ണമായി നോറ്റിട്ടില്ല എന്ന് ആയിഷ ബീവി തന്നെ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതായി വന്നിട്ടുമുണ്ട്. അപ്പൊ ശഅബാൻ മുഴുവൻ നോറ്റു എന്നല്ല, ഏതാണ്ടൊക്കെ അതിന് മഹാഭൂരിപക്ഷം നബി തങ്ങൾക്ക് നോമ്പായിരുന്നു എന്നർത്ഥം. അവർ നബിയോട് ചോദിക്കുന്നത്, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എന്താ നബിയെ താങ്കൾ ഈ മാസത്തിൽ ഇത്രയധികം നോമ്പ് വർദ്ധിപ്പിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞ രണ്ട് മറുപടികളാണ്. ഒന്ന്, റമദാനിനും റജബിനും ഇടയിൽ ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണ് ശഅബാൻ എന്നാണ്. റജബ് യുദ്ധമഹറാമായ മാസമായതുകൊണ്ട് അക്കാലത്ത് പ്രത്യേകിച്ചും റജബ് ശ്രദ്ധിക്കപ്പെടും. റജബാകുമ്പോൾ ആയുധമെല്ലാം എടുത്തു വെക്കും, അന്ന് അക്രമങ്ങളില്ല, യുദ്ധങ്ങളില്ല, നാട് മുഴുവൻ സമാധാന അന്തരീക്ഷമാണ്. അതുകൊണ്ട് റജബ് പ്രത്യേകം എല്ലാവർക്കും അറിയാം, അന്ന് വേറെ അക്രമങ്ങളോ യുദ്ധങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മാസമാണ് റജബ്. റമദാൻ ഏതായാലും നോമ്പായതുകൊണ്ട് അതും പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്ന മാസമാണ്. അപ്പൊ അതിനിടയിൽ വരുന്നൊരു മാസമാണ് ശഅബാൻ. അതുകൊണ്ട് റമദാനും റജബിനും ഇടയിൽ ആളുകൾ അശ്രദ്ധമായി പോകുന്ന മാസമാണ് ഈ ശഅബാൻ. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കലാണ് നിബിധങ്ങൾ അതിലൂടെ ഓർമ്മപ്പെടുത്തിയത് എന്നർത്ഥം. മറ്റൊന്ന്, അള്ളാഹുവിലേക്ക് ഒരു വർഷത്തെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ശഅബാൻ എന്ന ഹദീസിൽ നിബിധങ്ങൾ പറഞ്ഞു. എന്റെ അമലുകൾ ഞാൻ നോമ്പുകാരനായിരിക്കും ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അവിടുന്ന് പറഞ്ഞ രണ്ടാമത്തെ മറുപടി. അതുകൊണ്ട് ശഅബാൻ മാസം വരുമ്പോൾ മറ്റു മാസങ്ങളെക്കാൾ ഏറെ അധികമായി സുന്നത്ത് നോമ്പുകളെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ നമ്മളും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയം എല്ലാ മാസങ്ങളിലും എന്ന പോലെ ശഅബാനിലും ഇല്ലാത്ത ധാരാളം അനാചാരങ്ങൾ സമൂഹത്തിൽ കടന്നു വരുന്നുമുണ്ട്. ശഅബാൻ 1 മുതൽ തന്നെ പ്രത്യേകമായ ദിക്റുകളും പ്രത്യേകമായ ദുആകളും പ്രത്യേകമായ സൂറത്ത് ഓതാനും ഒക്കെയുള്ള ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇന്ന് വ്യാപകമായി കാണാൻ കഴിയുന്നു. അങ്ങനെ പ്രത്യേകമായ ദിക്റുകളോ പ്രത്യേകമായ ദുആകളോ പ്രത്യേകമായ ഒരു ഇബാദത്തോ ഈ ശഅബാനിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേക നിസ്കാരമില്ല, പ്രത്യേക നോമ്പുകളില്ല, പ്രത്യേക ദിക്റുകളില്ല, പ്രത്യേക മോദന സൂറത്തുകളില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ശഅബാൻ 1 മുതൽ തന്നെ പല ആളുകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ സൂറത്ത് എല്ലാ ദിവസവും ഇത്ര പ്രാവശ്യം ഓതണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂറത്ത് ദുഖാനും സൂറത്ത് ഫുർഖാനും ഒക്കെ ഈ മാസം ഓതേണ്ട സൂറത്തുകളായി പരിചയപ്പെടുത്തുന്നവർ പ്രത്യേക ദിവസങ്ങളിൽ ശഅബാൻ 15-നൊക്കെ ബറാത്തി എന്ന പേരും പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ആചാരമായി കൊണ്ടുവരുന്ന രീതികൾ
അന്ന് 3 യാസീൻ ഓതണമെന്ന്, റിസ്ക് വിശാലമാകാൻ, ആയുസ് വർദ്ധിപ്പിക്കാൻ ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതൊക്കെ വ്യാജമായി പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ പല ദേശങ്ങളിലും നിസ്കാരം പോലും ഉണ്ട് ശഅബാനിലെ പ്രത്യേകമായ ദിവസങ്ങളിൽ. നമ്മുടെ നാട്ടിൽ അത്ര കാണുന്നില്ല എന്ന് മാത്രം. അതൊക്കെ പിൽക്കാലത്ത് വ്യാജമായി നിർമ്മിക്കപ്പെട്ടവയാണ്. ഇല്ലാത്ത നിസ്കാരങ്ങൾ, ഇല്ലാത്ത നോമ്പുകൾ, ഇല്ലാത്ത ദിക്റുകൾ, പ്രത്യേകമായ സൂറത്തുകൾക്ക് ഇന്ന സമയത്ത് മുതൽ പ്രത്യേകമായ സുന്നത്താണ് എന്ന അധ്യാപനങ്ങൾ, അതൊന്നും ഈ മാസവുമായി ബന്ധപ്പെട്ട് നബിയിൽ നിന്ന് അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് കൂടി നാം തിരിച്ചറിയുക. ഒരു കാര്യം പ്രത്യേകം സുന്നത്താണെന്ന് പറയണമെങ്കിൽ നബി തങ്ങൾ പഠിപ്പിക്കണം. ഒരു ദിക്ർ ചൊല്ലാൻ പ്രത്യേകം സുന്നത്തുണ്ട് പറയണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കണം. ഒരു സൂറത്ത് ഇന്ന ദിവസം മുതൽ ഇന്ന സമയം മുതൽ പ്രത്യേകം സുന്നത്താണ്, അത് ഓതിയാൽ ഇന്ന ഗുണം കിട്ടും എന്ന് പറയണമെങ്കിൽ പ്രവാചക അധ്യാപനം അതിന് വേണം. അല്ലാഹു റസൂൽ പഠിപ്പിക്കാതെ ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടുകയില്ല. ഫലാ ഹലാല ഇല്ലാ മാ അഹല്ലല്ലാഹ് വലാ ഹറാമ ഇല്ലാ മാ ഹറമല്ലാഹ് വലാ ദീന ഇല്ലാ മാ ശറഅഹുല്ലാഹ് എന്നാണല്ലോ. അല്ലാഹു ഹലാലാക്കാത്തൊരു ഹലാലില്ല, അല്ലാഹു ഹറാമാക്കാത്തൊരു ഹറാമില്ല, അല്ലാഹു ശരീഅത്തായി മതമായി നിശ്ചയിക്കാത്ത ഒരു മതവുമില്ല എന്നത് അടിസ്ഥാനമായി നാം തിരിച്ചറിയുക. വ്യാജമായ പിൽക്കാലത്ത് നിർമ്മിച്ചുണ്ടാക്കിയ കെട്ടുകഥകൾ, കള്ളക്കഥകൾ, സൂഫി കിതാബുകൾ, ത്വരീഖത്തിന്റെ ആളുകൾ അവരൊക്കെ പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനരഹിതമായ കഥകളിലാണ് ഇത്തരം പ്രത്യേകമായ ദുആഉമൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് ലഭിച്ചാലും അതൊക്കെ നബിതങ്ങൾ പറഞ്ഞതാണോ പഠിപ്പിച്ചതാണോ എന്ന് അന്വേഷിക്കുകയും പ്രവാചക അധ്യാപനം ഉണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ഇല്ലെങ്കിൽ അത് ആര് പറഞ്ഞാലും മതമല്ല എന്ന് നാം തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് അമൽ സ്വാലിഹാൻ, അതിനാണ് സ്വാലിഹായ അമൽ എന്ന് പറയുക. കേവലം അമൽ പോരാ, സ്വാലിഹായ അമൽ വേണം. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നാണല്ലോ. അഹ്സനു അമൽ ആര് ചെയ്യുമെന്ന് പരീക്ഷിക്കാനാണ് ഈ ജീവിതം അല്ലാഹു തആല സംവിധാനിച്ചത്. അഹ്സനു അമൽ എന്നാൽ 2 കാര്യം യോജിച്ച അമലാണ് അഹ്സനു അമൽ. ഖുർആന്റെ പ്രയോഗം അവിടെ അക്സറു അമൽ എന്നല്ല, ഏറ്റവും അധികം അമൽ ചെയ്യുന്ന ആര് എന്ന് നോക്കാൻ എന്നല്ല, ഏറ്റവും നല്ല അമൽ ചെയ്യുന്ന ആര് എന്ന് നോക്കാൻ. ഏതാ നല്ല അമൽ? 2 നിബന്ധന പൂർത്തിയാകുമ്പോഴാണ് ഒരു അമൽ സ്വാലിഹായി മാറുക, അഹ്സനു അമലായി മാറുക. ഒന്ന് നിയ്യത്താണ്, 2 ഇത്തിബാ ആണ്. ഒന്ന് അല്ലാഹുവിന് വേണ്ടി ചെയ്യുക, 2 അല്ലാഹു പഠിപ്പിച്ച പോലെ ചെയ്യുക. ഈ 2 നിബന്ധന ഒരു അമലിൽ യോജിക്കുമ്പോഴേ ആ അമൽ അഹ്സനു അമലാകൂ. അതാണ് അമലുൻ സ്വാലിഹ്. ഫർള് നിസ്കാരം നിസ്കരിച്ചു, പക്ഷെ അല്ലാഹുവിന് വേണ്ടിയല്ല, പേര് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മോശത്തരം ഒഴിവാകാൻ വേണ്ടി മറ്റാർക്കോ വേണ്ടി നിസ്കരിച്ചു എങ്കിൽ അത് അഹ്സനു അമലല്ല, അത് അമലുൻ സ്വാലിഹ് അല്ല. അത് നിയ്യത്ത് ശരിയാവണം, അത് അല്ലാഹുവിന് വേണ്ടി ചെയ്യണം. 2 അല്ലാഹ് പറഞ്ഞ പോലെ ചെയ്യണം. ഏതെങ്കിലും തോന്നിയ ചെയ്തിട്ട് എത്ര ഇഖ്ലാസ് ഉണ്ടായാലും കൂലി തരാമെന്ന് അല്ലാഹു തആല ഏറ്റിട്ടില്ല. ആരോ കൊണ്ടുവന്ന ദിക്റും അയാൾക്ക് ചൊല്ലി തീർത്ത് അതൊക്കെ പടച്ചോൻ കൂലി തരുമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല ഏറ്റതല്ല. ഇല്ലാത്ത നിസ്കാരം നിസ്കരിച്ചു, ഇല്ലാത്ത നോമ്പ് നോറ്റു, ഇല്ലാത്ത ദിക്റൊക്കെ പാടെ ചൊല്ലി തീർത്തു, എന്നിട്ട് അതൊക്കെ ദിക്റല്ല ദുആഅല്ല സ്വലാത്തല്ലേ എന്ന് പറഞ്ഞാൽ അതൊന്നും ദിക്റല്ല ദുആഅല്ല സ്വലാത്തല്ല, അതൊന്നും പ്രതിഫലം തരാമെന്ന് അല്ലാഹു തആല ഏറ്റിട്ടുമില്ല. അപ്പോൾ 2 നിബന്ധന, ഒന്ന് ലിവജ്ഹില്ല അല്ലാഹു തആലക്ക് വേണ്ടി മാത്രം ചെയ്യുക, 2 കമാ ശറഅല്ലാഹ് അല്ലാഹു തആല നിയമമാക്കിയത് പോലെ മാത്രം ചെയ്യുക. ആ 2 നിബന്ധന പാലിക്കപ്പെടുന്ന അമലാണ് അമലുൻ സ്വാലിഹ്, സ്വാലിഹായ അമൽ. അതിനാണ് അഹ്സനു അമൽ എന്ന് പറയുക. അതുകൊണ്ട് ആ നിലക്കുള്ള അമലുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അതല്ലാത്തവ ആര് കൊണ്ടുവന്നാലും തള്ളപ്പെടേണ്ട. നബി തങ്ങൾ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, വല്ലവനും ഒരു അമൽ ചെയ്തു, ലൈസ അലൈഹി അംറുനാ, ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, ആ അമൽ തള്ളപ്പെടുന്ന അമലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന റിപ്പോർട്ടാണ്. ആ നിലയ്ക്ക് നാം ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുക. നല്ല അമലുകൾ പരമാവധി നമ്മൾ വർദ്ധിപ്പിക്കുക. എപ്പോഴും മരിച്ചു പോകേണ്ടി വന്നാലും പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ വിഭവങ്ങളുമായി പോകാൻ കഴിയണം. മുതസവ്വദു ഫഇന്ന ഖൈറസ് സാദി തഖ്വ. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ യാത്രാ വിഭവങ്ങളെ ശേഖരിച്ചു വെക്കുക. ഏറ്റവും നല്ല യാത്രാ വിഭവം തഖ്വയാകുന്നു എന്നാണ്. പരലോകത്തേക്ക് വേണ്ട സാദ്, പാഥേയം, യാത്രാ വിഭവങ്ങൾ കൈവശം ഉണ്ടാകണം. ഇന്ന് മരിക്കേണ്ടി വന്നാലും നാളെ ചെല്ലുമ്പോൾ പ്രയാസപ്പെടാൻ പാടില്ല. അതിനുവേണ്ട ഈമാനും അതിനുവേണ്ട അമലുകളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ജാരിയായ അമലുകൾ, എന്നും നിലനിൽക്കുന്ന മുറിഞ്ഞു പോകാത്ത അമലുകൾ പ്രത്യേകിച്ചും ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മരിച്ചാലും
ബാക്കിയാകുന്ന കർമ്മങ്ങൾ. നാം ഇന്ന് യാത്ര പോകേണ്ടി വന്നാലും നാളെയും മറ്റന്നാളും അടുത്ത ആഴ്ചയും അടുത്ത മാസം അടുത്ത വർഷവും അടുത്ത നൂറ്റാണ്ടുകളിലും നമ്മുടെ പേരിൽ ഈ ദുനിയാവിൽ ബാക്കിയാകുന്ന വല്ല അമലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ജാരിയായ അമലുകൾ, ജാരിയായ സ്വതക്കകൾ, ജാരിയായ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമാണ് എന്നുകൂടി നാം ശ്രമിക്കുന്ന പള്ളിയുടെ വന്നു. ഇതൊക്കെ ഇതിന് പിന്നെ പ്രവർത്തിച്ച ആളുകൾ മരിച്ചു പോയാലും നിൽക്കുന്ന കാലത്തോളം പ്രതിഫലം കിട്ടുന്ന ജാരിയായ ഒരു അമലാണ് ഇത്. ആ നിലക്കുള്ള നല്ല നല്ല കർമ്മങ്ങൾ ഒരു മുസ്ഹഫ് ഒരു പള്ളിയിലോ ഒരാൾക്കോ നമ്മുടെ വകയായി വാങ്ങി അവിടെ വഖഫായി വെക്കുന്നു. നമ്മൾ മരിച്ചു പോയാലും ആ മുസ്ഹഫ് ഇവിടെ എത്ര കാലം ഉപയോഗിക്കുമോ അത്രയും കാലം അതിന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെയുള്ള കർമ്മങ്ങൾ, വെള്ളം കൊടുക്കുന്ന സംവിധാനങ്ങൾ, മരം വെച്ച് പഠിപ്പിക്കുന്ന രീതികൾ, വീടുണ്ടാക്കി കൊടുക്കുന്ന രീതികൾ, ഇങ്ങനെ തുടങ്ങി നിലനിൽക്കുന്ന സംവിധാനങ്ങൾ, അതാണ് ജാരിയായ അമൽ എന്ന് പറയുക. ഒരാൾ മരിച്ചാലും 100-200 കൊല്ലം ഒരു പക്ഷേ അയാളുടെ അമൽ ഈ ഭൂമിയിൽ ബാക്കിയായേക്കാം. അത്തരം അമലുകൾ നമുക്ക് വേണം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. എല്ലാ നന്മയിലും ഭാഗവാക്കാവാൻ നാം പരിശ്രമിക്കുക. സാന്ദർഭികമായി സൂചിപ്പിക്കുക, ഇന്ന് നമ്മുടെ ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ചില സഹോദരന്മാർ വന്നിട്ടുണ്ട്. അവരുടെ പ്രദേശത്ത് ഒരു പള്ളിയും മദ്രസയും അനുബന്ധമായ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാൻ വേണ്ടി ഒരു സ്ഥലം ഒരു കച്ചവടം ചെയ്തു. കാര എന്ന് പറയുന്ന പ്രദേശം, അവിടെ അൽഹംദുലില്ലാഹ് ധാരാളം മുജാഹിദീങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ നല്ല ഒരു പുതിയ പള്ളിയും അനുബന്ധമായ സൗകര്യവും വരാൻ വേണ്ടി സ്ഥലം വാങ്ങി ഏതാണ്ട് ഒരു പകുതി മുക്കാലും ആ പ്രദേശത്തു നിന്നും പരിസര പ്രദേശമൊക്കെയായി അവർക്ക് അതിന്റെ വില സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇനിയും ഏതാനും ഒരു 5-6 ലക്ഷം രൂപയുടെ കൂടി ബാധ്യത അവർക്കുണ്ട്. അപ്പൊ നമ്മുടെ കൂടി വിഹിതം അത് ഉണ്ടാവട്ടെ എന്നൊക്കെ ഇന്ന് നമ്മുടെ പള്ളിയിൽ അവിടെ ചില സഹോദരന്മാർ പ്രവർത്തകന്മാർ വന്നിട്ടുണ്ട്. ജുമയ്ക്ക് ശേഷം അതൊരു കളക്ഷൻ ഉണ്ടാകും. എല്ലാവരും ഒരു ജാരിയായ സംവിധാനം എന്ന നിലയ്ക്ക് കാലാകാലം നിൽക്കുന്ന ആ പള്ളി എത്ര കാലം അവിടെ സേവനം ചെയ്യുമോ, എത്ര ആളുകൾക്ക് ഇത് വെളിച്ചമാകുമോ അത്രയും കാലം നമുക്കും ഇൻഷാ അല്ലാഹ് കൂലി കിട്ടുമെന്ന ആ നിയ്യത്തോടെ അതിന്റെ ഭാഗമായി മാറുക. സാധാരണ പിരിവ് പോലെ എന്തെങ്കിലും കൊടുത്തു പോകുന്നതിനപ്പുറത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായ വിഹിതം നമ്മൾ നൽകുക. ഒരു പക്ഷേ ഇപ്പൊ കൈവശം ഇല്ലെങ്കിൽ അവരിൽ നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി പിന്നീട് അവർക്ക് എത്തിച്ചു കൊടുത്താലും മതി. ഏതായാലും ആ സംരംഭത്തിൽ നമ്മുടെയും ഒരു വിഹിതം ഉണ്ടാവട്ടെ എന്ന നിലക്ക് നാം അതിന്റെ ഭാഗമായി മാറുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.